പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഇവിടെ കോടതി നടത്തുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നതാണ് ഈ പൊതുബോധ നിർമ്മിതിയെ ബോധ്യപ്പെടുത്താൻ. അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അല്പം കൂടി വിശ്വാസ്യത ഉണ്ടാകുന്നു, ഇവിടെ അത് ഉണ്ടാകുന്നില്ല, അതിന്റെ പ്രശ്നം ശരി. അത് അങ്ങനെ നിൽക്കുമ്പോൾ പോലും നോക്കൂ, ഇവിടെ സിദ്ദീഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല എന്നതുകൊണ്ട് ഇപ്പോൾ അതിജീവിതയുടെ പോലും സംശയത്തിന്റെ ഇന്ന് അവരുടെ പ്രതികരണം ആ നിലയിലായിരുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, ഈ ഫേസ്ബുക്കിലൂടെ മുൻപ് ചാറ്റ് ചെയ്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇതുവരെ അന്വേഷണ പരിധിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിജീവിത പറയുന്നത്. ആ ഫോൺ സിദ്ദീഖിന്റെ കയ്യിലാണ് ഉള്ളത്, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തത് കൊണ്ട് അത് അന്വേഷണ പരിധിയിലേക്ക് വരുന്നില്ല. ഒരുപക്ഷെ ഈ സമയം അത് പ്രതിക്ക് ഇത്തരം കാര്യങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒന്ന്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണമല്ലോ. രണ്ട്, മുൻകൂർ ജാമ്യം ഇല്ല എന്ന് കോടതി പറഞ്ഞ് ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അറസ്റ്റിലേക്ക് കടക്കുന്നു എന്നുള്ളത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുകയാണ്. പക്ഷെ സിദ്ദീഖ് ഒളിവിലാണ്, അന്വേഷണ സംഘത്തിന്റെ റഡാറിന് പുറത്താണ് സിദ്ദീഖ് എന്നുള്ളത് വരുത്തി തീർക്കാൻ ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം ഇല്ല എന്ന് പറയുന്ന നിമിഷത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് അറസ്റ്റിലേക്ക് കടക്കണം എന്നുള്ളത് ഉണ്ടായിരിക്കില്ല. പക്ഷേ പൊതുബോധം മറ്റൊരു തരത്തിലായി പോകും എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് ഇവിടെ. PM ആതിര, അറസ്റ്റ് യഥാർത്ഥത്തിൽ ഇനി മുൻകൂർ ജാമ്യം തള്ളിയ സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ അറസ്റ്റ് നടക്കണം. കാരണം മുൻകൂർ ജാമ്യം പെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് അറസ്റ്റ് പൊതുവിൽ നടക്കാറില്ല. പക്ഷേ റേപ്പ് പോലെ ഒരു കൂടിയ ക്രൈമിനകത്ത് മുൻകൂർ ജാമ്യം തള്ളിയ സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ അറസ്റ്റ് നടക്കണം. ഇതുവരെ അറസ്റ്റ് നടക്കാത്തതിനെ കുറ്റപ്പെടുത്തല്ല, ഇനി അറസ്റ്റ് വൈകാതെ തന്നെ നടക്കേണ്ടതുണ്ട്. അതിന് പോലീസിൻ്റെയും മറ്റ് സംവിധാനങ്ങളൊക്കെ വളരെ അലേർട്ടായിട്ട് അതിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊരു വിധി ആൻറ്റിസിപ്പേറ്ററി ബെയിലിനകത്ത് മുൻകൂർ ജാമ്യത്തിനകത്ത് ഉണ്ടായ സമയത്ത് തന്നെ ഇതിൽ അതിജീവിത ഒരു പരിധി വരെ വിജയിച്ച ഒരവസ്ഥയുണ്ട്. അതിൽ നിന്നുകൊണ്ട് ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സുമായി സംസാരിക്കാനും അതിനകത്ത് അവരുടെ ഭാഗത്തു നിന്ന് അവരാഗ്രഹിക്കും വിധം തന്നെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ പിന്തുണയും അവർ ഇൻഡിവിജ്വൽ എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അവർക്ക് കൊടുക്കേണ്ട എല്ലാവിധ പിന്തുണയും നമ്മളാലാവും വിധം പൊതുസമൂഹം നൽകേണ്ടതുണ്ട്. കാരണം അവരെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തും വിധം ഒരുപാട് പ്രചരണങ്ങൾ ഫേസ്ബുക്കിൽ അവർ മീഡിയയിൽ വരുമ്പോഴൊക്കെ അവർക്കെതിരായിട്ട് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് കൊടുക്കേണ്ടുന്നൊരു പിന്തുണയെ കൂടിയാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ക്യാരക്ടർ അസാസിനേഷൻ ഇത്തരം കേസുകൾക്കകത്ത് ഗുണം ചെയ്യില്ല എന്നുള്ള പരാമർശം ഉൾപ്പെടെ ഹൈക്കോടതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിജയ് ബാബു കേസിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്ത അതേ ഹൈക്കോടതി തന്നെയാണല്ലോ, അതേ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അല്ല, പക്ഷെ അതേ കോടതി തന്നെയാണല്ലോ ഇതിനകത്ത് ഇപ്പം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിഷേധിച്ചത്. വിജയ് ബാബു കേസിൽ ഇത്രയും കാലതാമസം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഈ കേസിൽ ഇത്രയും കാലതാമസം ഉണ്ട്. 2016 നടന്ന ഒരു ഒഫൻസിൽ 2024 ക്രൈം രജിസ്റ്റർ ചെയ്യുന്നത്. എന്നിട്ടും മാഞ്ഞു പോകാത്ത തെളിവുകൾ അതിശക്തമായിട്ടുണ്ട് ഈ കേസിനകത്ത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോടതിയെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയും വിധമുള്ള അതിശക്തമായിട്ടുള്ള തെളിവുകൾ ഈ കേസിനകത്ത്, ഈ പർട്ടിക്കുലർ കേസിനകത്തുണ്ട്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇത്രയും ഡിലേ ഒക്കെ വരുന്ന സമയത്ത് എന്ത് സമീപനമാണ് ജില്ലാ കോടതികൾ സ്വീകരിക്കാറുള്ളത്, എന്ത് സമീപനമാണ് ഹൈക്കോടതികൾ സ്വീകരിക്കാറുള്ളത് എന്നുള്ള ഇത്ര ജനശ്രദ്ധയുള്ള കേസുകളല്ല. അല്ലാത്ത കേസുകൾക്കകത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് എത്ര ഇങ്ങനെയുള്ള കൾപ്രിറ്റുകളായിട്ടുള്ള ആളുകൾ മുൻകൂർ ജാമ്യം വാങ്ങി പുറത്തിറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ SITയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിനകത്ത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യുന്നതിനും കോടതിയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ വഴി ഹാജരാക്കുന്നതിനും ഒരു പരിധിവരെ സാധിച്ചതുകൊണ്ടാണല്ലോ ഇത്രയും ഡിലേ ഉള്ളൊരു കേസിനകത്ത് ഇങ്ങനൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ നിഷേധം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റായ വഴിക്ക് പോകുന്നു എന്നുള്ള തോന്നൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആകുലതകൾ അതിജീവിതമൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചയമായും അവരോടൊപ്പം നിന്നിട്ട് ആ ആകുലതകൾക്ക് പരിഹാരം കണ്ടെത്തൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്, SITയുടെ ഉത്തരവാദിത്തമാണ്. അവർ നിർവഹിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയ സ്ഥിതിക്ക് ആ രീതിയിൽ തന്നെ അതിജീവിതയെ ഓടൊപ്പം നിന്നുകൊണ്ട് ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇതുവരെ നടന്ന സംഭവ വീക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അത് സംഭവിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അറസ്റ്റ് അധികം വൈകാതെ തന്നെ നമുക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ.
ശരി, പ്രൊഫസർ റോണി കെ ബേബി, ഈ കാര്യങ്ങളൊക്കെയും കോടതിയിൽ അന്വേഷണ സംഘം വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തെളിവുകളുടെ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ. ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലാണ്. അവിടെ അന്ന് സിദ്ദീഖ് താമസിച്ചതിന്റെ, അതിജീവിത ഈ പറയുന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്തതിന്റെ, അതിനുശേഷം അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പോലും, ഏറ്റവും മൈന്യൂട്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും അതിജീവിത മാധ്യമങ്ങളുടെ മുന്നിൽ പോലും പറഞ്ഞു. സിദ്ദീഖ് കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യം ഉൾപ്പെടെ. അപ്പോൾ അന്ന് സിദ്ദീഖ് ഓർഡർ ചെയ്ത ഭക്ഷണം ഇവർ പറഞ്ഞത് തന്നെയാണ് എന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തുകയും അത് കോടതിയിൽ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രൊഫസർ റോണി കെ ബേബി. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കാനാകുമോ? അസിത, ഞാൻ ആദ്യം ഉന്നയിച്ച അതേ വാദങ്ങളിൽ തന്നെ നിൽക്കുക. ഞാൻ ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസ് ഞാനത് ഡോക്ടർ ലാലിന്റെ പ്രസന്റേഷന് ശേഷം പറയാമെന്ന് കരുതി മാറ്റി വെച്ചിരിക്കുക. ഞാൻ വളരെ കൃത്യമായി തന്നെ ഡോക്ടർ ലാലിന്റെ ഈ ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന് കരുതിയ അതിൽ അദ്ദേഹത്തിന്റെ സന്ദേശം ക്ഷണിക്കുക. പേജ് നമ്പർ 10 പാരഗ്രാഫ് നമ്പർ 6 അതിൽ വളരെ കൃത്യമായി തന്നെ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് the state police are not conducting the investigation properly. They have yielded to the petitioner's influence by not arresting him or recovering the electronic evidence. There is every likelihood of the petitioner destroying the evidence. സാർ ഒരു കാര്യം സാർ മനസ്സിലാക്കൂ. സാർ ഒരു കാര്യം മനസ്സിലാക്കൂ. സാർ ചെയ്യുന്ന തെറ്റ് ഞാൻ പറഞ്ഞുതരാം. അത് അഡ്വക്കേറ്റിന്റെ വാദമാണ്, കോടതിയുടെ ഇൻഫറൻസ് അല്ല. ലാൽകുമാർ നോക്കൂ, അത് ശരിയാണ്. പക്ഷേ ഒരു മിനിറ്റ് ഇവിടെ ഇന്നത്തെ ഈ ജഡ്ജ്മെന്റിൽ ഈ രണ്ട് ഭാഗങ്ങൾ കൃത്യമായി ആ ജഡ്ജ്മെന്റിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഫസർ റോണി കെ ബേബി പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നമ്മൾ ആ വാദത്തെ എടുത്താൽ പോലും അങ്ങനെ ഒരു പരാതി ഇപ്പോൾ അല്ല താങ്കൾ പറയുന്നത് ശരിയാണ്. ഈ പറയുന്ന കോടതിയുടെ കമന്റ് അല്ല, കോടതിയുടെ കമന്റ് അല്ല. യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫാക്ട്. അല്ല, ഒരിക്കലും സാർ. ഞാനിപ്പോ ഒരു ലോയറാണ്. ഞാനിപ്പോ ഒറ്റ സെക്കൻഡ്. ഞാനിപ്പോ ഒരു ലോയറാണ്, എനിക്കൊരു രാഷ്ട്രീയമുള്ള ലോയറാണ്. അത് ഈ പറഞ്ഞ കാര്യം അത് ഈ പറയുന്ന അഭിഭാഷകന്റെ വാദമായിരുന്നോ അതോ കോടതിയുടെ ഇൻഫറൻസ് ആയിരുന്നോ എന്ന് ആതിരോടൊന്ന് ചോദിര്. റോണി കെ ബേബി അത് മനസ്സിലാക്കിയുള്ള പ്രശ്നമാണ്. ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു. ഞാൻ നിഷ്പക്ഷനല്ല. പക്ഷേ അവിടെ അപ്പുറത്തെ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ഒന്ന് ചോദിച്ചോ. അല്ല ശരിയാണ്, ആതിര അവിടെ ഇടപെട്ട് പറഞ്ഞു. അല്ല, ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചത് ഇപ്പോൾ പ്രൊഫസർ റോണി കെ ബേബി വായിച്ച 10ാമത്തെ പേജ് എന്നൊക്കെ പറയുമ്പോൾ ഒബ്സർവേഷൻ ലാസ്റ്റ് പേജുകളിലല്ലേ വരുന്നത്. കോടതിയുടെ 10ാമത്തെ പേജിൽ എന്തായാലും കോർട്ട് രണ്ട് കക്ഷികളുടെ വാദങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാണ് കോടതി അവസാനം ഫൈനൽ ജഡ്ജ്മെന്റ്. ഒരിക്കലും 10ാമത്തെ പേജിൽ ലാൽ സാർ ഞാൻ പറയട്ടെ ഇപ്പോൾ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറഞ്ഞ കമന്റ് ആണെങ്കിൽ അങ്ങനെയെങ്കിൽ അതൊക്കെ ഇങ്ങനെ പറയുമ്പോ പെറ്റീഷനേഴ്സ് എന്താ പറയുന്നത്? they have yielded to the petitioner's influence by not arresting him or recovering the electronic evidence. പാരഗ്രാഫ് 6 സാർ ഞാൻ പറഞ്ഞുതരാം. അത് ആരുടെ വാദം എന്നറിയോ? അത് വിക്ടിമിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന്റെ വാദമാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവിന്റെ വിക്ടിമിന് വേണ്ടിയുള്ള വാദമാണ് പാരഗ്രാഫ് 6. താങ്കളെ അതിലൊരു ക്ലാരിറ്റി വരുത്തി പോകാം. നോക്കൂ, പ്രൊഫസർ റോണി കെ ബേബി അത് തന്നെയാണ് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ എൻ ലാൽകുമാർ, അങ്ങനെയാണെങ്കിൽ വിക്ടിമിന് അങ്ങനെ ഒരു അതെ അതാണ് ശ്രീ എൻ ലാൽകുമാർ. നോക്കൂ, അതാണ് ഞാൻ മുൻപ് ആതിരോട് ചോദിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ വിക്ടിമിന് അങ്ങനെ ഒരു ആശങ്കയുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം. ആതിര ഇടപെടണ്ട. അസിത ഇടപെടണ്ട. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴാണ് അതിനകത്ത് ഇടപെട്ടത്? ഞാൻ സത്യം പറഞ്ഞാൽ ചർച്ചയ്ക്കിടയ്ക്ക് ഇടപെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ ഇടപെട്ടത് റോണി കെ ബേബി പറഞ്ഞത് ഇത് കോടതി കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്, കോടതിയുടെ ഫൈൻഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിക്ടിമിന്റെ കാര്യത്തിൽ അസിത ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ അല്ല എന്ന് പറയുന്നത് ബന്ധപ്പെട്ട് അസിത തന്നെ ഇങ്ങനൊരു വാദം ഇവിടെ ഉന്നയിച്ചല്ലോ. ആ വിക്ടിമിന് അങ്ങനെ തന്നെയാണ് വാദം. വിക്ടിം പൂർണ്ണമായി പ്രോസിക്യൂഷന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളല്ല. അതിനകത്ത് ഇവിടെ ഡൗട്ടില്ല. പക്ഷേ റോണി കെ ബേബി പറഞ്ഞതിനകത്ത് കോടതി കണ്ടെത്തി എന്ന് താങ്കൾ റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കിയോ. കോടതി കണ്ടെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ പോയി വാദിച്ച വാദം അത് പറയുന്നു, അപ്പുറത്ത് വാദിച്ച വാദം പറയുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഫൈൻഡിങ് കോടതിയുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ന്യായമാണ്.
അത് ഫൈൻഡിങ് അല്ല എന്നാണ് എന്റെ വാദം. എനിക്ക് വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. ശരി, ഒരു മിനിറ്റ്. ഫൈൻഡിങ് അല്ല, പ്രൊഫസർ റോണി കെ. ബേബി അത് ഈ പറയുന്ന വിക്ടിമിന്റെ അഭിഭാഷകനായ ഹരീഷ് വാസുദേവന്റെ വാദമാണ്. ശരി. പ്രൊഫസർ റോണി കെ. ബേബി നോക്കൂ, ഇന്നിപ്പോൾ കോടതിയിൽ വിക്ടിമിന് വേണ്ടി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും ഹാജരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗത്തിന്റെയും വാദത്തിന്റെ വിശദാംശങ്ങൾ ഈ ജഡ്ജ്മെന്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലാൽകുമാർ പറയുന്നത് പ്രകാരം അല്ലെങ്കിൽ ആതിര പറയുന്നത് പ്രകാരം അങ്ങനെ അവരുടെ വാദം, അതായത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പാരഗ്രാഫ് 6 10ാമത്തെ പേജിൽ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ താങ്കൾ അതിൽ പറഞ്ഞതിൽ ചെറിയൊരു പിശകുണ്ട്, അത് കോടതിയുടെ നിരീക്ഷണമല്ല. അങ്ങനെയെങ്കിൽ നോക്കൂ പ്രൊഫസർ റോണി കെ. ബേബി, ഇരയ്ക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് പറയാനുള്ളത് അവർക്കത് പറയുകയും കോടതിയുടെ ജഡ്ജ്മെന്റിൽ അത് ഭാഗമാകുകയും ചെയ്യാമല്ലോ. മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് ലാസ്റ്റ് പാരഗ്രാഫിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ ഇവിടെ ഒരു തർക്കത്തിനോ വാദത്തിനോ വേണ്ടിയല്ല. ഞാൻ എന്റെ നിലപാട് ആദ്യം തൊട്ട് വരും. കാരണം ഞാൻ ആ ജഡ്ജ്മെന്റ് ഞാൻ മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന നിലയിൽ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാനത് മനസ്സിലാക്കിയ ആളെന്ന നിലയിൽ ഞാൻ ഒരു സ്ത്രീപക്ഷ വാദത്തിൽ നിന്നുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് ഇവിടെ എന്നോട് പിന്നെ അത്യന്ത ചോദിച്ചു, ഇതേ കോടതി തന്നെയല്ലേ ഈ പറയുന്ന മുകേഷിന്റെ കാര്യത്തിൽ മറ്റൊരു വിധി പറഞ്ഞത്? ഇതേ കോടതി അല്ല അസിത, അത് എറണാകുളം പിന്നെ ഈ പറയുന്ന കോടതിയാണ്, എറണാകുളത്തെ സെഷൻസ് കോടതിയാണ്. എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള ചോദ്യം ഞാൻ കളക്ട് ചെയ്തോണ്ടല്ലോ, എന്റെ ഒരു ന്യായമായിട്ടുള്ള സംശയം. അങ്ങനെയെങ്കിൽ ഈ ബെയിൽ പ്ലീ അനുവദിച്ചുകൊണ്ട്, മുകേഷിന്റെ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഈ പറയുന്ന എറണാകുളം സെഷൻസ് കോടതി വിധി പറഞ്ഞപ്പോൾ എന്തിന് അതിനെതിരെ ഈ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പോയില്ല? ഇപ്പോൾ ഈ പറയുന്ന സിദ്ദിഖിന്റെ കാര്യത്തിൽ ഈ സിദ്ദിഖിന് ജാമ്യം കൊടുക്കുമായിരുന്നെങ്കിൽ സ്വാഭാവികം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ ഡിവിഷൻ ബെഞ്ചിന്റെ അടുത്ത് ഈ പ്രോസിക്യൂഷൻ അടുത്ത ഹർജിയുമായിട്ട് പോകുമായിരുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി വരെ പോകുമായിരുന്നു. ഇതാണ് ഇതിനകത്തൊരു പ്രശ്നം വരുന്നത്. ഇതിനകത്ത് ഈ രണ്ട് ആളുകൾക്കെതിരെ ഉണ്ടായിരുന്നു ഈ മെറ്റീരിയൽ എവിഡൻസ് ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രബലരായ ആളുകൾ, ശക്തരായ ആളുകൾ, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് പിന്നെ മാറ്റിവെക്കും, അല്ലെങ്കിൽ ആരെ ടാർഗറ്റ് ചെയ്യണം, ആരെ പൂട്ടണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട്. കാരണം ഈ മെറ്റീരിയൽ എവിഡൻസിന്റെ ഒക്കെ വാലിഡിറ്റി, ഞാൻ ഒരിക്കലും സിദ്ദിഖിനെ അനുകൂലിച്ചോ ന്യായിച്ചോ സിദ്ദിഖിനായിട്ട് വക്കാലത്തോടല്ല സംസാരിക്കുന്നത്. ഇതിന്റെയൊക്കെ വാലിഡിറ്റി ഒക്കെ അടുത്ത ഘട്ടത്തിലാണ്. അതാണ് കോടതിയുടെ ജഡ്ജ്മെന്റില്. കാരണം ഇത് ഞാൻ പറഞ്ഞ ഈ ഇരയ്ക്ക് പോലും, ഇര അവിടെ ചോദിച്ചൊരു കാര്യം വളരെ ശ്രദ്ധയോട് ഞാൻ കൃത്യം പറയട്ടെ, കൺക്ലൂഡ് ചെയ്തു. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നത് ഈ 2019 ഈ ഇര ഈ കാര്യം പുറത്തു പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന സിദ്ദിഖ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഈ പറയുന്ന ഈ ഇരയെ ഭീഷണിപ്പെടുത്തി എന്നാ പറയുന്നത്. ഇരയെ ഭീഷണിപ്പെടുത്തി. കാരണം അങ്ങനെ നമുക്കറിയാം, മെസ്സേജ് ഈ പറയുന്ന മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് അയച്ചിരിക്കാം. അത് ചിലപ്പോൾ വോയിസ് മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആവാം. പക്ഷേ അങ്ങനെയുള്ള അത് വളരെ എവിഡൻസ് ആണല്ലോ. ആ എവിഡൻസ് ഇതുവരെ കേരള പോലീസിന് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അത് വളരെ പിന്നെ പോലീസിന്റെ വീഴ്ചയല്ലേ? അതാണല്ലോ. കാരണം ഒരു പ്രതിയെ ഇതുമായി ബന്ധിപ്പിക്കുന്ന, അല്ലെ ഒരാളെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇന്ന് ഇലക്ട്രോണിക് എവിഡൻസ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ അങ്ങനെ ഒരു എവിഡൻസ് അല്ല. അല്ലാണ്ട് ഈ പറയുന്ന ഈ മസ്കറ്റ് ഹോട്ടലിൽ പോയി പിന്നെ സിദ്ദിഖ് തൈര് കൂട്ടിയാണ് ചോറ് കൊണ്ടുവന്നത് ഒന്നും അല്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ്. ശരി